നിങ്ങളല്ലേ? അല്ല, നിങ്ങൾ ശരിക്കും ഒരു സ്പൈഡർമാൻ തന്നെയാണോ? അപ്പൊ നീയോ? നീ ആരാന്ന് നിന്റെ വിചാരം? പറയേ. എന്റെ പേര് മൈൽസ് മൊറാലിസ് എന്നാണ്. എന്നെ ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡറാണ് കടിച്ചത്. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. നിനക്ക് പറഞ്ഞു മനസ്സിലാവില്ലേ? നീയും ഞങ്ങൾക്ക് ശത്രുവാണ്. നിങ്ങൾ എന്നെ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ മാത്രം. നീ എവിടെ പോയാലും ഇങ്ങനെ തന്നെയായിരിക്കും. നീയാണ് ഞങ്ങളുടെ ശരിയായ ശത്രു. നിനക്ക് പവേഴ്സ് തന്ന ആ സ്പൈഡർ നിന്റെ ഡിമെൻഷനിലുള്ളതല്ല. അത് നിന്നെ ആയിരുന്നില്ല കടിക്കേണ്ടിയിരുന്നത്. നിന്നെ ആ സ്പൈഡർ കടിച്ചതുകൊണ്ട് സ്പൈഡർമാൻ ഇല്ലാത്തൊരു ലോകമാണ് പുറത്തുണ്ടായിരിക്കുന്നത്. നീ അല്ല സ്പൈഡർമാൻ ആകേണ്ടിയിരുന്നത്. കള്ളം പറയരുത്. സംഭവിച്ചതൊരു തെറ്റായിരുന്നു. നിന്നെ അത് കടിച്ചില്ലായിരുന്നെങ്കിൽ പീറ്റർ പാർക്കർ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നേനെ. നിന്നെ രക്ഷിക്കാനാണ് അവൻ മരിച്ചുപോയത്. ആ കൊളൈഡർ നശിക്കുന്നതിന് മുമ്പ് അവനത് തടഞ്ഞേനെ. സ്പോട്ട് ഉണ്ടാവുമായിരുന്നില്ല. ഇതൊന്നും തന്നെ സംഭവിക്കുമായിരുന്നില്ല. ഈ സമയം മുഴുവൻ ഇത് ശരിയാക്കാനായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ശ്രമിക്കുകയായിരുന്നു. മികൻ, അവനെ ഒന്നും ചെയ്യരുത്. ഇങ്ങനെയെല്ലാം സംഭവിച്ചതിന് ഒരേ ഒരു കാരണക്കാരൻ നീയാണ്. എന്നെ വിടാനാ പറഞ്ഞത്. ഇതല്ല നമ്മൾ സംസാരിച്ചിരുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിച്ചെന്നോ? അപ്പൊ അറിയായിരുന്നല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു? എനിക്കറിയില്ലായിരുന്നു നിന്നോട് ഇതെങ്ങനെ പറയണമെന്ന്. അപ്പൊ അതുകൊണ്ടാണല്ലേ നീ എന്നെ കാണാൻ വരാതിരുന്നത്? ഇത് നിന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ്. അതാരാ തീരുമാനിക്കേണ്ടത്? ഞാനൊരു കുട്ടിയല്ലേ ഗോയൻ? അങ്ങനെ തന്നെയാണ്. നീ ഒരു കുട്ടിയാണ്. എന്താണ് ഈ ചെയ്യുന്നതെന്ന് സ്വയം അറിയാത്ത ഒരു കൊച്ചു കുട്ടി. അതെ, ശരിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ ചെറിയ ക്ലബ് ഹൗസിൽ നിന്ന് 100 കണക്കിന് സ്പൈഡേഴ്സിനെ ഞാൻ മാറ്റിയില്ലേ? അവൻ എന്ത് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. സാധാരണ എല്ലാവരും എന്നോട് പറയാറുണ്ട് എന്റെ കഥ എങ്ങനെയായിരിക്കേണ്ടതെന്ന്. പക്ഷേ എന്റെ കഥ ഞാൻ തന്നെ തീരുമാനിക്കും. സോറി മിക, ഞാൻ തിരിച്ചു പോകുന്നു.